ആകാശത്തിന് എന്തുകൊണ്ടാണ് നീല നിറമെന്നറിയാമോ? സൂര്യപ്രകാശം വെളുത്തതായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അത് പല നിറങ്ങളുടെയും മിശ്രിതമാണ്. ഓരോ നിറങ്ങൾക്കും അതിൻ്റെതായ തരംഗദൈർഘ്യവും ഉണ്ട്. ദൃശ്യപ്രകാശ സ്പെക്ട്രത്തിൽ ചുവപ്പ് മുതൽ വയലറ്റ് വരെയുള്ള വിവിധ നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ നിറങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ പ്രകാശം വെള്ള നിറത്തിൽ കാണപ്പെടും. സൂര്യനിൽ നിന്നുള്ള ഈ വെളുത്ത വെളിച്ചം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില നിറങ്ങൾ വായു തന്മാത്രകളുമായും ചെറിയ കണങ്ങളുമായും കൂടിക്കലരുന്നു. ഓരോ നിറങ്ങളും വ്യത്യസ്ത നീളമുള്ള തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ നീളമുള്ള തരംഗദൈർഘ്യമുള്ളവയും നീലയും വയലറ്റും നിറങ്ങൾ വളരെ ചെറിയ തരംഗദൈർഘ്യമുള്ളവയുമാണ്. നീല, വയലറ്റ് പോലെയുള്ള തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശങ്ങൾ അന്തരീക്ഷത്തിലെ വായു, വാതക തന്മാത്രകളിൽ ചിതറിക്കിടക്കുകയോ അവയെ ആഗിരണം ചെയ്യുകയോ ചെയ്ത് വ്യത്യസ്ത ദിശകളിലേക്ക് വീണ്ടും പടരാൻ സാധ്യതയുള്ളവയാണ്. ഈ തന്മാത്രകൾ റെയ്ലേ സ്കാറ്ററിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ പ്രകാശം വിതറുന്നു. നീല വെളിച്ചം കൂടുതൽ എളുപ്പത്തിലും എല്ലാ ദിശകളിലേക്കും ചിതറിപ്പോകുന്നതിനാൽ നമ്മൾ പ്രധാനമായും നീല നിറമാണ് കാണുന്നത്. റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ചിലെ ജ്യോതിശാസ്ത്രജ്ഞനായ എഡ് ബ്ലൂമർ പറയുന്നതനുസരിച്ച് സൂര്യൻ വയലറ്റിനേക്കാൾ കൂടുതൽ നീല വെളിച്ചം പുറപ്പെടുവിക്കുന്നതിനാലും നമ്മുടെ കണ്ണുകൾ നീല തരംഗദൈർഘ്യങ്ങളോട് കൂടുതൽ സെൻസിറ്റീവ് ആയതിനാലുമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ്. സൂര്യോദയങ്ങൾക്കും അസ്തമനങ്ങൾക്കും ചുവപ്പും ഓറഞ്ചും നിറം കാണുന്നത് എന്തെന്നാൽ ഉദയ അസ്തമന സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിൽ കൂടുതൽ ദൂരം കടന്നു പോകേണ്ടതുണ്ട്. ഇവ കടന്നു പോകുന്ന വഴികളിൽ നീല, വയലറ്റ് പ്രകാശങ്ങളുടെ ഭൂരിഭാഗവും ചിതറിക്കിടക്കുന്നു. ഇത് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ നിറങ്ങൾ പ്രകാശിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഉദയാസ്തമയ സമയങ്ങളിൽ ആകാശം കൂടുതൽ വർണ്ണാഭമായി കാണപ്പെടുന്നത്.